പ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് അനുഗ്രഹമായി തീരണമേ. നമ്മുടെയൊക്കെ ജീവിതങ്ങളും നമ്മുടെ ഇടവകയും നമ്മുടെ ദേശവും നാടും ഒക്കെ അനുഗ്രഹമായി തീരണമേ. പ്രത്യേകിച്ച് ഇന്ന് മുതൽ ആരംഭിച്ച് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നടക്കുന്ന നാളെ തിരുനാൾ കുർബാനയുണ്ട്, അത് പ്രതിഷ്ഠമുണ്ട്. മറ്റന്നാൾ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ നമ്മുടെ നവവൈദികൻ ബഹുമാനപ്പെട്ട ജോൺ കവിൽ അച്ഛൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പണവും അതുപോലെ ആദ്യ കുർബാന 10 കുട്ടികൾ ആദ്യ കുർബാന സ്വീകരണവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അനുഗ്രഹപ്രദമായി തീരും. എല്ലാ കാര്യങ്ങളും A-Z കാര്യങ്ങളും ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുന്നതിന് വേണ്ടി, അതുപോലെ നമ്മുടെ ഇടവക സമൂഹത്തിൻ്റെ ഒരു ആഘോഷമാണ്. എല്ലാവരും സജീവമായിട്ട് കുടുംബസമേതം പങ്കെടുക്കാൻ ദൈവമേ കൃപ തരണം. സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നതിന് ഞങ്ങൾ യോഗ്യരാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സ്വർഗാധിപതി ദേവാ നിന്നുടയ ലയമതിനുൾ സിംഹാസന സവിധി വന്നിപ്പൂ ലംഘനമെല്ലാം മോചിച്ചൻ പാപമശേഷം മായ്ക്കേണം സൗഗന്ധികമ ധൂപം പോലായി തീരാം ഞങ്ങൾ. ചിന്തകൾ വചനം ചെയ്തികളാൽ നിൻ പ്രീതിയേറ്റാം തവ സവിധേയായോ കാലം നന്മലരായി തീരാ ഞങ്ങൾ. ആർക്കായി കാഴ്ചയർപ്പിച്ചിടുന്നോ ആയവരെ ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായോ ഏവരെയും ഓർത്തിടുന്നു ബലിതു സ്വീകൃതമാകണമേ. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യരായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനും
പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ നിശ്ചയാതമ്പുരാനെ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. പൗലോസുശ്ലീഹ ധന്യൻ ചൊൽ കേട്ടേനി ദേവം, ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സബദൻ ശാപം. പലതരം ഉപദേശങ്ങളോ പാര
വിശുദ്ധ പൗലോസ്ലിഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാരക്കുമോ. സ്നേഹായുടെ സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ 3 മാസത്തേക്ക് ഒളിച്ചു വെച്ചു. എന്തെന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു. രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മക്കളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. പാപത്തിന്റെ നൈമിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനകൾ ഈജിപ്തിലെ നീതികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചെന്ന പോലെ അവൻ സഹിച്ചു നിന്നു. ആദിജാതന്മാരെ കൊല്ലുന്നവൻ അവരെ സ്പർശിക്കാതിരിക്കുന്നതിന് വിശ്വാസത്തിൽ അവൻ പെസഹ ആചരിക്കുകയും രക്തം തളിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു. എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു. വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറിക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം വലതു വെച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു. വേശ്യായ റാഹേബ് വിശ്വാസ നിമിത്തം ചാരന്മാരെ സമാധാനത്തിൽ സ്വീകരിച്ചതുകൊണ്ട് അവൾ അവിശ്വാസികളോടൊപ്പം നശിച്ചില്ല. ബാരക്കുമോ. സ്തുതിയാം ബലികളണച്ചിടുവീൻ. കർത്താവിനു പ്രിയരെ നിങ്ങൾ ശുചിയേറും കാഴ്ചകളോടെ ിലേറി കർത്താവിനെ വന്ദിച്ചിടുവീൻ. പാവനമായും മുൻപിൽ ബാരക്കുമോർ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ സ്തുതികളും നാം എല്ലാവരിലും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷകനുമായ യേശുമിശിഹായുടെ ഇഹവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്
ഞാൻ വന്ന ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവത്തിനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദേവാജനനീ കന്യകയേ പരിമളതോപത്തോ ഒന്നിച്ചെന്നും നിന്നോർമ്മ മാതേ നിന്നോട് പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉളവാക്കിയിടണമേ. കർത്താവിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ഇടവക വികാരിയച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതൽ എന്താണെന്ന് സുവിശേഷം കേട്ട് ശ്രദ്ധിച്ചിരുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. ആർക്കെങ്കിലും പറയാനായിട്ട് സാധിക്കും, ഇന്ന് അച്ഛൻ വായിച്ച വേദഭാഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാതൽ എന്താണ് എന്ന് പറയാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കെങ്കിലും ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം എന്താണെന്ന് അറിയാമോ? എന്തോ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യത്തിനെ കുറിച്ചാണോ വായിച്ചേ? അത് ശരിയാണ്. ഇന്നത്തെ ഇതിൻ്റെ മൊത്തം ഒരു വാക്ക്, ഒരു ചെറിയൊരു കുഞ്ഞൊരു വാക്ക് പറയാൻ ബൈബിളിലെ അതിൻ്റെ തലക്കെട്ട് പോലും അതാണ്. ഒരുപാട് വലിയ പരന്ന ചിന്തകൾക്കപ്പുറം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു തന്തുണ്ട്. അതെന്താണ് ചോദിച്ചത്? നിങ്ങളെ ഞാൻ ആശങ്കപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ തലക്കെട്ട് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. നമ്മൾ കുഞ്ഞാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? മേരിക്കുണ്ടൊരു കുഞ്ഞാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? ഈ കുഞ്ഞാടാണ് ഇന്നത്തെ വേദഭാഗത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുമ്പോൾ, ഈ സുവിശേഷത്തിൻ്റെ തലക്കെട്ട് ഈ കുഞ്ഞാടാണ്. നമുക്കറിയാം, ഈ നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത് 73 പുസ്തകങ്ങളുണ്ട്. പല 1700 വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട ബൈബിളാണ്. 1700 ഒരുപാട് വർഷങ്ങളുടെ എഴുത്താണ്. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്ന് പറയുന്നത്, എല്ലാത്തിൻ്റെയും പല കാലഘട്ടങ്ങളിൽ എഴുതിയാണെങ്കിലും ഇതിനെല്ലാം ഒരേ ഒരു ചിന്തയുള്ളൂ. എന്താണ്? ദൈവത്തിൻ്റെ കുഞ്ഞാട് ക്രിസ്തു. ദൈവത്തിൻ്റെ കുഞ്ഞാട് ക്രിസ്തു. അപ്പോൾ പഴയ നിയമത്തിലേക്ക് ഞാൻ ഒരുപാട് ചിന്തകളൊന്നും എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഈ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കുറിച്ചുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. വളരെ ചുരുങ്ങിയ ഒരു ദൈവശാസ്ത്ര ചിന്തകളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഈ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, പഴയ നിയമത്തിൽ
നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ അബ്രഹാം ഇസാക്കിനെ മോറിയ മലയിലേക്ക് ബലിയഴിക്കാൻ പോകുന്ന വഴിക്ക് 7-ാം വാക്യത്തിൽ ചോദിക്കുന്നു, കുഞ്ഞാട് എവിടെയാണ്? അപ്പോൾ പറഞ്ഞത് ദൈവം തരും. മോറിയ മലയിൽ വെച്ച് ദൈവം കൊടുത്തു. എന്താ കൊടുത്തേ? എന്താ മോറിയ മലയിൽ വെച്ച് അവസാനം ദൈവം കൊടുത്തത്? എന്താ? കുഞ്ഞാടിനെ കൊടുത്തില്ല. ദൈവം കൊടുത്തില്ല, കുഞ്ഞാടിനെ കൊടുത്തില്ല. ദൈവം മുട്ടാടിനെ കൊടുത്തത്. അപ്പോൾ ദൈവം മുട്ടാടിനെ കൊടുക്കുക. എന്തുകൊണ്ട് അങ്ങനെ മുട്ടാടിനെ കൊടുക്കാൻ കാരണം? അതിനൊരു സമയം ഉണ്ടായിരുന്നു, കുഞ്ഞാടിനെ കൊടുക്കാൻ ഒരു സമയം ഉണ്ടായിരുന്നു. മോറിയ മല എന്ന് പറയുന്നത് ഗാഗുൽത്ത മലയാണ്. അവിടെ ഒരു കുഞ്ഞാടാണ് മുറിക്കപ്പെട്ടത്. എന്താ മുട്ടാടിൻ്റെയും കുഞ്ഞാടിൻ്റെയും വ്യത്യസ്തമായ ഭാവം? നമ്മുടെ ഈ ബൈബിൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ 33 ഇടങ്ങളിൽ കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപാട് വരെയുള്ള കുഞ്ഞാടുകൾ, വെളിപാട് പുസ്തകം വരെയുള്ള ഭാഗങ്ങളിലൊക്കെ കുഞ്ഞാടിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു പീഡിപ്പിക്കപ്പെടുന്ന, മുറിക്കപ്പെടുന്ന കുഞ്ഞാടിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ വെളിപാടിൽ 27 തവണ കുഞ്ഞാടിനെ സൂചിപ്പിക്കുമ്പോൾ അവിടെ മുഴുവൻ ഇതിവൃത്തം എന്ന് പറയുന്നത് വിജയശ്രീലാളിതനായ കുഞ്ഞാടാണ്. അപ്പൊ 2 കുഞ്ഞാടുകളാണുള്ളത്. ആകപ്പാടെ പഠിക്കാനായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ 2 കുഞ്ഞാടുകളേ ഉള്ളൂ. മേരിക്കുണ്ടൊരു കുഞ്ഞാടൊന്നുമല്ല, ആകെ 2 കുഞ്ഞാടേ ഉള്ളൂ. ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ആ ദൈവത്തിൻ്റെ കുഞ്ഞാടിന് 2 മുഖമുണ്ട്. ഒന്ന് പീഡനത്തിൻ്റെ കുഞ്ഞാടും, 2 വിജയത്തിൻ്റെ കുഞ്ഞാടും. വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ പീഡനത്തിൻ്റെ കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ വെളിപാട് പുസ്തകത്തിൽ വിജയശീലാളിതനായ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുട്ടാടുകളെ അല്ല ബലി കഴിക്കേണ്ടത്, കുഞ്ഞാടുകളെയാണ്. കുഞ്ഞാടുകൾ ഒരുപാട് സ്ഥലത്ത് നമുക്കറിയാം. പെസഹായിൽ കുഞ്ഞാടിനെ ബലി കഴിച്ച കഥ നമുക്കറിയാം അല്ലേ? ആദ്യജാതന്മാരെ വധിക്കാൻ പോകുന്നു. അതുകൊണ്ട് കുഞ്ഞാടുകളെ നിങ്ങൾ കൊന്ന് കട്ടളപ്പടിയിൽ ഒഴിക്കാൻ പറയുന്നത്. അപ്പം കുഞ്ഞാടുകളുടെ ബലിയെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നത്. പക്ഷേ അതെല്ലാം ഒരു സൂചന മാത്രം. അവിടെ എങ്ങനെയാണ് കുഞ്ഞാടുകളെ ബലി കഴിക്കുന്നത്? അവിടെ സാമുവേൽ പാപം ചെയ്താൽ സാമുവേൽ ഒരു കുഞ്ഞാടിനെ കൊണ്ടുപോയി ബലി കഴിക്കും. അത് സാമുവേലിൻ്റെ കുഞ്ഞാടാണ്. മേരി പാപം ചെയ്താൽ മേരിയുടെ കുഞ്ഞാടിനെ കൊണ്ട് ബലി കഴിക്കും. അവിടെ മേരിയുടെ കുഞ്ഞാടാണ്. മനുഷ്യന്റെ കുഞ്ഞാടുകളെ കുറിച്ച് അവിടെയൊക്കെ പറയുക. പക്ഷേ ദൈവത്തിന്റെ കുഞ്ഞാടിനെ കുറിച്ചാണ് അവസാനം അത് പൂർത്തീകരിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ആണ്. കാരണം എന്താണ്? ഒരുപാട് കുഞ്ഞാടുകള് പഴയ നിയമത്തിലുണ്ട്, ഒരുപാട് കുഞ്ഞാടുകളുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ ഒരേ ഒരു കുഞ്ഞാടേ ഉള്ളൂ. പഴയ നിയമത്തിലെ മുഴുവൻ കുഞ്ഞാടുകളും ഒരു വ്യക്തി പാപം ചെയ്താൽ അവന്റെ പാപപരിഹാരത്തിന് വേണ്ടി, ഇത് ഞാൻ പറയുന്നത് ഇത് പഠനമാണ്. ദൈവത്തിന്റെ പഴയ നിയമത്തില് ഓരോ വ്യക്തിയും പാപം ചെയ്താൽ ഈ ഇടവകയിൽ 200 അല്ലെങ്കിൽ 300 400 ആളുകളുണ്ട്. നമ്മൾ എന്താണ് വീടിലെ കാണിക്കയായി സമർപ്പിക്കും. ഓരോരുത്തരും നേർച്ച സമർപ്പിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ വികാരിയച്ചന്മാർ നോക്കും ആരാണ് കൂടുതൽ നേർച്ച ഇടുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ നേർച്ച കാഴ്ചകളെ, അല്ലെങ്കിൽ ലേലം വിളിക്കാൻ വേണ്ടി സാധനം കൊണ്ടുവരുമ്പോൾ അത് അവരുടെ കുടുംബത്തിന്റെ നേർച്ച, ആദിഫലത്തിന്റെ സമയമായി. പക്ഷേ ദൈവത്തിന്റെ അതാണ് മനുഷ്യരുടെ കുഞ്ഞാടിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ പ്രത്യേകത എന്താ? ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടുകൾ ആണോ? അവൾ പ്ലൂറൽ അല്ല. ദൈവത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്. ഇനി ആ ബലി കേന്ദ്രീകരിക്കപ്പെടേണ്ടത് ഈ ഒറ്റ കുഞ്ഞാടില്ല, ദൈവത്തിന്. എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വരുക. ഇത്രയും കാലം താഴെ നിന്ന് മുകളിലേക്ക് പോവുകയായിരുന്നു കുഞ്ഞാട്. ഓരോ കുഞ്ഞാടിനെ ഇങ്ങനെ ബലി അർപ്പിച്ച് സ്വർഗത്തിലേക്ക് വിടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ ഭൂമിയിലേക്ക് വിടുകയാണ്. ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ ഭാഗവാക്കാണ്
ഈ എളിയ ദാസനായ ഞാനും ഇവിടെ നമ്മുടെ വികാരിയച്ഛനായ തോമസ് അച്ഛനും എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുമല്ല. പഴയ നിയമ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണമല്ല ഇവിടെ നടക്കുന്നത്. സ്വർഗത്ത് നിന്ന് സ്വന്തം ജീവൻ ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ നീക്കുന്ന, ലോകത്തിൻ്റെ പാപം മുഴുവൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ പാപമാണ്. ആ സിംഗുലർ പാപം എവിടെയാണെന്നറിയോ? ഏദൻ തോട്ടത്തിലെ പാവമാണ്. ആദ്യ മാതാപിതാക്കളുടെ പാപം പോക്കുന്ന, അത് പോക്കിയ എല്ലാം പോയി. അത് വേണ്ടിയിട്ടാണ് സ്വർഗത്ത് നിന്ന് ദൈവം കുഞ്ഞാടായി. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞാടിൻ്റെ കഥയാണ് ഞാനിന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഇടവക വലിയ അനുഗ്രഹിക്കപ്പെട്ട ഇടവകയാണ്. ഈ ഇടവകയിൽ ഒരുപാട് ഇന്ന് 6ാമത്തെ വൈദികൻ ഇന്നലെ അത് വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പാറിപ്പറക്കാൻ തൻ്റെ ശുശ്രൂഷ വേദികളിലേക്ക് ഉയരുവാൻ ഒരു പുരോഹിതൻ 6ാമനായി ഈ ജന്മം കൊണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പുരോഹിതരെക്കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല, കുടുംബ ജീവിതത്തിലും ഈ ഒരു കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറയുന്നത് മുറിച്ച് ബ്ലഡ് വീഴ്ത്തുന്നതിനെ കുറിച്ചല്ല. സ്വർഗത്തിലെ കുഞ്ഞാടിനെ പോലെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, അത് പഴയ നിയമത്തിൽ എനിക്ക് വേണ്ടി ഞാൻ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളും അല്ല. പുതിയ നിയമത്തിലെ ബലി എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരുടെ, എൻ്റെ അടുത്ത് നിൽക്കുന്നവൻ്റെ, എൻ്റെ കുടുംബത്തിലുള്ളവൻ്റെ ബലി. അതുകൊണ്ടാണ് ക്രിസ്തു സ്നേഹത്തിൻ്റെ കുഞ്ഞാടായി പിറന്നത്. സ്നേഹത്തിൻ്റെ കുഞ്ഞാടത് എന്ന് പറഞ്ഞാൽ, സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയുള്ള സ്നേഹമല്ല, എന്നെ സ്നേഹിക്കുന്ന സ്നേഹമല്ല, മറ്റുള്ളവരെ, അപരനെ സ്നേഹിക്കണം. അപ്പോൾ അപരന് വേണ്ടി ബലി കഴിക്കപ്പെടുന്ന ഒരു സ്നേഹത്തിൻ്റെ കുഞ്ഞാടിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണോ? പഴയ നിയമത്തിലെ പോലെ ആണോ? ഭാര്യയ്ക്ക് വേണ്ടിയാണോ? ഭർത്താവിന് വേണ്ടിയാണോ? അല്ല, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ ഭർത്താവിന് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾ മക്കൾ, സ്വന്തമല്ല. അതാണ് ഇവിടുത്തെ കുഞ്ഞാടിൻ്റെയും ബലിയുടെയും പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ഇന്നും കണ്ണുനീർ തോരാത്ത, യുദ്ധം അവസാനിക്കാത്ത നാടായി മാറിയിട്ടുണ്ടെങ്കിൽ ക്രിസ്തു അംഗീകരിക്കപ്പെടാതെ പോയി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമെന്ന് പറയുക. നമുക്കറിയാം, ഇസ്രായേലിലെ യുദ്ധം അവസാനിക്കുന്നേയില്ല. അത് യേശുവിനെ എന്ന് അംഗീകരിക്കുന്നുവോ അവിടെ മാത്രമേ അവിടുത്തെ യുദ്ധം അവസാനിക്കുന്നുള്ളൂ. ഓരോ ദിവസവും ഇവിടെ സൂര്യൻ ഉദിക്കുമ്പോൾ എൻ്റെ കഴുത്തിനു മുകളിൽ തലയുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ബലിയായി അവതരിപ്പിക്കപ്പെട്ടത് അംഗീകരിക്കപ്പെടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ ഇസ്രായേലിലല്ല നമ്മുടെ കുടുംബങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നുണ്ടെങ്കിൽ, ക്രിസ്തു രൂപപ്പെടുന്ന എങ്ങനെയാണ്? സഹനത്തിലൂടെ, വേദനകളിലൂടെ, മുറിക്കപ്പെടുന്നതിലൂടെ, മറ്റുള്ളവർക്ക് വേണ്ടി മാറുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ എന്നും അസമാധാനവും അസന്തുഷ്ടി നിറഞ്ഞ കലഹത്തിൻ്റെ കുടുംബമായി, കലഹത്തിൻ്റെ ഇടവകയായി, കലഹത്തിൻ്റെ സഭയായി, കലഹത്തിൻ്റെ സമൂഹമായി നമ്മൾ മാറും. എൻ്റെ കുഞ്ഞാടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാടിലേക്ക് നമുക്ക് കേന്ദ്രീകരിക്കാം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ പാപങ്ങൾക്കപ്പുറം മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് ബലിയർപ്പിക്കാം. നമ്മുടെ പാപപരിഹാരം ക്രിസ്തു നിർവഹിച്ചുവെങ്കിൽ നാമും ക്രിസ്തുവിന് പ്രതിതുല്യരായി, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ പ്രതിതുല്യരായി നമുക്ക് ഈ അൾത്താരയിൽ ബലിയർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. Barikimor stomen galos. Laison.
എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യരകീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേദനെ ബഹുമാനിക്കുകയും വെടുപ്പുള്ള മാമോദീസ താല്പര്യപൂർവ്വം പ്രതീക്ഷിക്കുകയും പരസ്യമായി ഗോകുൽത്താഘോഷിക്കുകയും നിർമ്മലമായ ആചാരിത്വം പരികർമ്മം ചെയ്യുകയും വിശ്വസ്ത സഭ സ്വീകരിക്കുകയും സ്വജാതികൾക്കും വിജാതികൾക്കും ശുദ്ധീകരണം നൽകുകയും ചെയ്ത പരിശുദ്ധനും വിശുദ്ധി നിറഞ്ഞനുമായ കർത്താവിന് സ്തുതി. തന്റെ ഇടവക മുഴുവനും വേണ്ടി അവന്റെ ശരീരവും രക്തവും സഭയിൽ വിഭജിക്കപ്പെടുകയും സ്വജാതികൾക്കും പുറജാതികൾക്കുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെയും കൃപയാൽ സന്തുഷ്ടരാക്കുവാൻ അവൻ മതിയായവനാവുന്നു. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോൾ കാണ്യവാനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിസ്തരങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാന്തതയാൽ ഞങ്ങളുടെ അസംഖ്യമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ചുത്തവനെ ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മഹത്വത്തിന് നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭൗമിക കന്യകാത്ഭുതരമായി പ്രസവിക്കുകയും ബേത്ലഹേം ഓഫർത്ത സന്തോഷവും ബഹുമാനിക്കുകയും ജോർദാൻ നദി താല്പര്യത്തോടുകൂടി പ്രതീക്ഷിക്കുകയും ഗോകുൽത്താ കുരിശുമരത്തിന്മേൽ ആഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടി സ്വയം ബലിയായി തീരുകയും
സുബലിയാൽ സകല ജാതികൾക്കും പാപപരിഹാരം നൽകുകയും മരണത്താൽ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാട് നീയാകുന്നു. കർത്താവേ, മഹത്തായ നിന്റെ മനുഷ്യ സ്നേഹത്താലും അവന്യമായ നിന്റെ കൃപയാലും നിന്നെ പ്രസവിച്ച മാതാവും അനുഗ്രഹീതയും വിശുദ്ധയും ദൈവമാതാവുമായ മറിയാമിൻ്റെയും ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും പിതാക്കന്മാരുടെയുമായ സംഘം മുഴുവൻ്റെയും കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടതുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ളതിൻ്റെ സഭയ്ക്ക് നീ പാപപരിഹാരം നൽകണമേ. വിശേഷ ജ്ഞാനമുള്ള നിന്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ. ദുഃഖാർത്ഥനായ നിന്റെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കണമേ. ആചാര്യത്വപരമായ നിന്റെ അവകാശത്തെ വിശുദ്ധിയിൽ പ്രതിഷ്ഠിക്കണമേ. സൃഷ്ടിയിൽ നിന്റെ ശാന്തി നീ വസിപ്പിക്കണമേ. ലോകത്തിൽ സമാധാനം വാഴുവാൻ ഇടയാക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ക്ലേശിതരെ ആശ്വസിപ്പിക്കണമേ. പരദേശവാസികൾക്ക് വിടുതലും ബന്ധനസ്ഥർക്ക് മോചനവും അടിമകൾക്ക് സ്വാതന്ത്ര്യവും വിശ്വാസികളായ മരിച്ചവർക്ക് സൽസ്മരണയും ആശ്വാസവും സന്തോഷവും നീ കൽപ്പിച്ചു കൊടുക്കണമേ. കർത്താവേ, പാപിയെങ്കിലും നിന്റെ ദാസരായ ഞങ്ങളെ നീ പരമേൽപ്പിച്ച ഈ ആചാര്യ ശുശ്രൂഷ യഥാർത്ഥ ആചാര്യന്മാർക്ക് ചേർന്ന് വിധം നിർവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ യോഗ്യരായിരിക്കെ കൃപയോടെ നീ ഞങ്ങളെ പരമേൽപ്പിച്ചിട്ടുള്ള ആ താലന്ത് നീ തന്നെ ഞങ്ങളിൽ ഫലവത്താക്കണമേ. വിശ്വസ്തരും ജ്ഞാനികളുമായ അവനെ വിചാരിപ്പാരുടെ കൂട്ടത്തിൽ നിന്നുള്ള പ്രതിഫലം സ്വീകരിക്കുവാൻ കൃപയാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. എന്നതാണ് നീ ഉത്തമനും ദാനത്തിൽ സമർത്ഥനുമാകുന്നുവല്ലോ. നിന്റെ ദാനങ്ങൾ ധാരാളവുമാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാട്ടെ. ദലീലനും പാപിയുമായ ഈ ദാസൻ ഏറ്റു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനായ പരിശുദ്ധനായ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളായ തല മരിച്ചവരുടെ ആത്മാക്കളിലും എന്ന് വന്നേക്കിരളിലോണം മനസ്സിൽ തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയാനദാസന ധൂപം ശുദ്ധീകരിക്കുന്നവനാകുന്നു. ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായെന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കു മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ സൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തു നിന്നിറങ്ങി പരിശുദ്ധരുവായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട്
കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചതുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകറുവായും കാതോലികവും സ്നേഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. Barikimos tomen galos. കർത്താവേ, സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാരയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. അന്യോന്യം സ്തോമോ നൽകിൻ കർത്താവിൻ സ്തോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം സ്ലോയും മത്സൈനോയും നമ്മെ കാക്കട്ടെന്നാളും സ്ലോമോയും മത്സൈനോയും നമ്മെ കാക്കട്ടെന്നാളും. ബാരയ്ക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലവനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കൽ നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സ്ഥല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരയ്ക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാ
പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കുന്നു. വ്യക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായതാൻ പാവികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എൻ്റെ ശരീരമാവുന്നു. നിങ്ങൾക്ക് വേണ്ടി അനേർക്ക് വേണ്ടി ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്നെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുവീൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാവുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നവരെ അനുസ്മരിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന
നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെ ഞാൻ സ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയുടെ വകയിൽ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാറയ്ക്കുമോരെന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള സർവമാകുന്നവരിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിയനുഭവമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പേ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമല്ലണമേ. കർത്താവേ, എന്നോട് ഉത്തരമല്ലണമേ. കർത്താവേ, എന്നോട് ഉത്തരമരളി. ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. പരിശുദ്ധാത്മാവ് ഈ അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. അവൻ ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മശരീരങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന് യോഗ്യരാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കൽ നിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരക്കുമോർ 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ തിരുദ്രാസനത്തിന്റെ മേൽപ്പെട്ടക്കാരൻ ആബൻമോർ കോറിലോസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൻമോർ ജോസഫ് മോർ തോമസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പാമാർക്ക് വേണ്ടിയും കസീസന്മാർ, ശമാസന്മാർ, ദേറാർക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിനിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ് നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷമാ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കൽ നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിന് ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കിമോർ വിശ്വാസികളും സത്യസ്ഥാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധനയുടെ അപേക്ഷ താല്പര്യപൂർവം കേട്ട്
നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കൽ നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കിമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കൽ നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യന്യകയും ദൈവമാതാവായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗർ എവങ്കലിസ്തന്മാർ സഹോദരന്മാർ മൗജന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കൽ നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരക്കുമോർ കുറ്റമില്ലാത്തതും ശ്ലൈകികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചെന്നിട്ടുള്ള സാലവിസ്തുപിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തെ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതനായ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളെ ഉറപ്പിക്കണമേ. അവരോട് നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും ഭാഗ്യകരമം വിധം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ബാരക്കുമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, മരിച്ചുപോയ വിശ്വാസിയുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്നാൽ ശരിയുള്ളവരിൽ എൻ്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവന് തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേദനില്ല സകല മരിച്ചു പോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംഭോജ്യമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ നിന്റെ പരിശുദ്ധാത്മാവിന്റെയും
നാമത്തോടുകൂടെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ മുഖാന്തരം ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ദൈവോ നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉടയോനേ നിൻവാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാദം ബാരക് മോർ കുരിയേലൈസോ. ചടിയാരേ ഹല്ലേലൂയ ഹല്ലേലൂയ അരിശം നീക്കി കാക്കേണമേ ബാരക് മോർ കുരിയേലൈസോ. ബാരക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെ മനസ്സിനെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കൽ നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാരക്കുമോർ അർപ്പിക്കപ്പെട്ട വിശ്വാസികളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലവലിക്കുന്നു.
കർത്താവേ, അദൃശ്യമായ നിന്റെ വലതേ നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യതമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശമായിരിക്കുന്നതുമായ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാരക്കുമോർ ഭയഭക്തിയോടുകൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായ വിശുദ്ധിയും വെടുപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ വലിയ പീഡാനുഭവത്താൽ എന്നെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാകത്ത് വയ്ക്കുന്ന ജീവനിലേക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം. നയവാൻമാർ പുണ്യപ്പെട്ട ഒന്നിച്ചേകും അവർ ആശ്വാസം പുത്രൻ ദൈവം മൊറിയോരാകെ നാൾ സ്തുതിയുടെ രാജമകൾ ഹാലേലൂയ നിൻ വലഭാഗെ രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയാനിൻ ജനമോർക്കായിക പിതൃഗഹവും ഭാരക്കുമോ ശുഭോലാബോ ലബറോ വലറൂഹോ കാദീശോ മനോലം വാദാമൻവോലം വൽമേനാമേ ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോ ഏകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ പക്കലപേക്ഷയാണ് കേണം സ്തോമൻ വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ അവൻ
കോട്ട ഭാരയ്ക്കുമോ ശുഭോലാഭോ ലബറോ വല്ലറോ കാദീശോ ദൈവാംബിക കന്യാ മറിയാമിന്നായി പരിമളധൂപച്ചുരുൾ വായുവിലുയരുന്നു മുറിയോരാകെ ആലയിലോവാദാരേ ഞങ്ങൾക്കായുള്ളർദ്ധന നീ നിർത്തിയിടരുതേ പരിശുദ്ധേ ഏകാത്മജനോടർത്തിക്കാം ഞങ്ങളിൽ ആർദ്രതോ നീടാൻ നയവാൻ പന പോലെ തളുത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോനിലെ കാരകിൽ പോ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും ബാരക്കുമോ ബോല ബോല ബ്രോവൽ റോക്കാദീശോ മെൻവോലം വാദാമെൻവോലം വൽമീനാമേ ഒരു പോലിങ്ങും ഗീവറുകി സഹദാ വാനിലും അതുപോൽ നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സ്തോമൻ കാലസ്കുറിയേലായിസോ ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്ത്രീകർക്കും ഭാഗ്യം സകലേർക്കും പുനരുദ്ധാനദിനെ ബാരക്കുമോ ബോല ബോല ബ്രോവൽ റോഹോ കാദീശോ മിശിഹായെ കാൺമാൻ സഹതരാശിച്ചു വാഴാൽ ചിറകേന്തി ഉന്നത പദമേറി മുറിയോരാകെ ആലൈനോവാദാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൽ വടികളെയും മായ്ച്ചിടാൻ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാളവോ ഹല്ലേലൂയ പൂക്കുന്നിതു വയലിൽ പൂ ചെടി പോലെ പാറയ്ക്കുമോ ശുഭോലാഭോ ലബറോ വല്ലറോ കാദീശോ മെൻവോലം വാദാമെൻവോലം വൽമീനാമേ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ കബറിനും പറുദീസായ്ക്കാൻ സ്തോമൻ കാലസ്കുറിയേലായിസോ ഉയരേകുന്നോൻ രാജ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീന്തി അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാലിക്കുമോ എന്റെ ശരീരം ഭക്ഷി ചെണ്ടത്തമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ മോഹനായി വീടാൻ ഞാൻ
എന്നും അവൻ ജീവിപ്പാൻ രംഗത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളിന് മഹത്വം മുറിയോരാകെ മറയുവാതാരേ മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാം മൃതരും കൈക്കൊണ്ടിടേണം. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകളെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവൻ ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിന് വേണ്ടി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാവരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് ദാസരിലേക്ക് പാവരിഹാരം ഇറങ്ങുമാറാകണമേ. ദൃശ്യമായ നിന്റെ വലതീ നീട്ടി കിടങ്ങണ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവള്ളാത്മധൈര്യത്തിനുമായ നിന്റെ വലിയൊരു തിരിച്ചുരത്വങ്ങൾ സ്വീകരിക്കുന്ന ആരാധരുടെ ഈ സംഘത്തെ ആശീർവദിക്കണമേ. ദൈവം നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരും കൊടുക്കുന്നവരും സ്വീകരിക്കുന്നുണ്ടാകട്ടെ. വേദാപിരോധം സംബന്ധിച്ച് എല്ലാവരിലും പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയാനുഗ്രഹങ്ങളും രണ്ടിലോളും എന്നേക്കും ശരിയപ്പെടുമാറാകണമേ. കൃപ ചെയ്യണമലിവാ, കൃപ ചെയ്യണമോ തരമരുളി, കൃപ ചെയ്യണമേ നിനക്ക് സ്തുതി, കൃപ ഞങ്ങളിലും ആകട്ടെ. ഹല്ലേലൂയ. ാരെ നോക്കിൽ വിറച്ചിടുന്നു, അവനെ മേശയിൽ ഞാൻ കാണുന്നു. അവനെ മൺമയർ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം. പുത്രരഹസ്യങ്ങളോ വിണ്ണവ
ഏവം മേശയിൽ ആദാമ്യർക്കായി ഭാഗിക്കുന്നു. ഭൂമിന്മാരുടെ തേരതുപോലെ സ്ഥിരമീ മദ്ബഹാ. സ്വർഗ്ഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട്. ദൈവസുതൻ തിരുമേനിയതല്ലോ മേശയിലിവിടെ. കൈകളിലാദാ മക്കളെടുത്ത പോഷിക്കുന്നു. പട്ടുധരിച്ചവനൊപ്പം നിന്നിഹ വീണ്ടും നോർക്കാം. പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു. വാനവരിടയില സൂയാദോഷം പാടുണ്ടെങ്കിൽ മാനുഷ്യസുതരോ ക്രോബേന്മാർ ഉണ്ടതു ന്യൂനം. കുരിശിപ്പാനാൻ സുതനെ സെവിയോ നാട്ടിമരത്തെ. കുഞ്ഞാടതിനെ ജനിപ്പിച്ചൊരു മരമുണ്ടായവിടെ. എവിടെ പുത്രൻ കൈകളിലാണി തറയ്ക്കപ്പെട്ടു. ഇസഹാക്കിന്റെ കെട്ടുകളെ ഛേദിച്ചതു അവിടെ. യജമാനൻ തൻ ദിവ്യരഹസ്യങ്ങളെയും കൈക്കൊണ്ടുവലം കൈയാലെ ജീവനദായി. ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സകലേന്മാർക്കും മൃദരിൽ കരുണയുമുണ്ടാക. ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവായ യേശുമിശിഹായ നിന്റെ തിരുശരീരവും പാനം ചെയ്ത പുണ്യപ്രദമായ തിരുരക്തവും ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവന രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ. തന്നുയർപ്പും നീ തന്നെ.
കർത്താവേ, ദൈവികമായ നിന്റെ വരുന്ന സന്തുഷ്ടരായി ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പറയ്ക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാരേക്കുമോ. പരമോന്നതമാം പദമതിലമരും പരനേ ദേവാ, കൃപ നിറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കണമേ. ശോഭയഴും നിൻ ശ്ലീബാതണലിൽ രക്ഷണമേകി താവക കൃപയി ആരാധകരിൽ വർഷിച്ചാലും സ്തോത്രം ഞങ്ങൾ ഏവരുമങ്ങേ കേകിടുമെന്നും നിന്ദാരനും റൂക്കുദിശായ്ക്കും സ്തുതി പാടിയിടും. നിൻ തിരുഗാത്രം കൈക്കൊണ്ടോരാം ഞങ്ങളെ നാദ, ദുഷ്കൃതമഖിലം നീക്കി സദയം പാലിക്കണമേ. നാഥാവും യാചിക്കും പരിശുദ്ധന്മാരും നാഥാ പുണ്യം നൽകിയും മരിച്ചോർക്കും. സഹോദരങ്ങളും വാത്സല്യഭാചനങ്ങളുമേ, കർത്താവിന്റെ പാവരികാരപ്രദമായ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവീൻ. ദൂരസ്ഥരും സമയസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള ശ്രീവാരക്ഷതരും വിശുദ്ധമാമസോട് സ്മേഹം മുദ്രിതരുമേ, ഈ തരത്തിലുള്ള ഘടകങ്ങൾ പരിഹരിക്കും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചയുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഭാവികളുമായ ദാസ നിങ്ങളുടെ പ്രാർത്ഥന കരുണയും സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തിന് പോകുവീൻ. എന്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. കർത്താവിന്റെ കൃപ സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയാൽ മായിച്ചിടണമേ. പാപങ്ങളെയും നീക്കി പുണ്യമെനിക്ക് കീഴണമേ. രക്ഷകമിശിഹ രാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാൽ രക്ഷകമിശിഹ രാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാൽ സിദ്ധന്മാരൊപ്പം നിൻ സ്നേഹിതയാക്കണമെന്നെ.
രാജ്യമതാകും സ്വർഗത്തിൽ. കർത്താവേ, നിന്നോട് നിത്യ രാജ്യമതാകും സ്വർഗ്ഗത്തിൽ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും. ന്യായാധിപതി യാർദ്ദതയി പാതകനിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയെന്മേലുണ്ടാകണമേ. കൃപയുള്ളവനാം കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക അടിയനതാ, എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ള ഈ പട്ടക്കാരുടെ മേലും, ഈ കുർബാനയണച്ചുള്ള ഈ പട്ടക്കാരുടെ മേലും, ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയും താകണമേ. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിന്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി ധന്യന്മാർ ഇവാന്യൂസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യദാതന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനായി ധന്യന്മാർ ഇവാന്യൂസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ നമ്മുടെ കർത്താവ് കർത്താവ് അങ്ങയോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ.